ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. എന്റെ ദൈവമേ, തന്റെ കണ്ണൊക്കെ വേറിട്ടുണ്ടല്ലോ. ആദ്യച്ചേട്ടന്റെ തൊണ്ട ഇടുന്നുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ഇതിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കള്ളന്മാരുടെ കള്ളത്തരം കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ ലഹരി കച്ചവടവുമായി ബന്ധമുണ്ട്, അതിന്റെ ഒരു ശൃംഖലയുമായി ബന്ധമുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ അവിടെ ലഹരി വസ്തുക്കളൊന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പറയുന്നത് എന്നെ വിശ്വസിക്കാൻ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അതോടൊപ്പം തന്നെ ലഹരിക്കായി പ്രേരണാ കുറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റവും ചുമത്തിയിരിക്കുന്നു. അതായത് ലഹരി വിൽപ്പനക്കും മറ്റും ഇടനിലക്കാരനായും അതോടൊപ്പം തന്നെ അതിൽ സാമ്പത്തിക സഹായവും മറ്റും ചെയ്യുന്നു. ആ വൈരുദ്ധ്യം തെളിവുകളുമായി ഒത്തുപോകുന്നില്ല മൊഴികൾ എന്നുള്ളതാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഒന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. വളരെ സാങ്കേതികമായ ഒരു 2500 രൂപ പിഴ ഒടുക്കി അയാൾക്കിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി പോകാൻ കഴിയുമായിരിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ടും മലയാളത്തിലെ ഉത്തരവാദപ്പെട്ട സിനിമാ സംഘടനകളടക്കം സിനിമാ മേഖലയ്ക്കടക്കം വലിയ അപമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാർ. ഈ സജീർ എന്ന് പറയുന്ന വ്യക്തി കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി റാക്കറ്റിലെ പ്രധാനപ്പെട്ടയാളാണ്. ഇയാളെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം ഈ ഷൈൻ ടോം ചാക്കോ ഈ മുറിയിൽ കാണുന്നതും ഷൈൻ ടോം ചാക്കോ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും ഈ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കിയ വഴി കുരുക്കായി എന്ന് പറയുന്ന നിലയിലേക്കാണ്. ഞാൻ വിചാരിച്ചു മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ.